ഇസാക്ക്, സിറിയയിൽ ഇനി എന്തു സംഭവിക്കും? സിറിയയിൽ നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. കാരണം സിറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത് അടുത്ത കാലത്താണ്. ഈ അടുത്ത വരെ ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ കയ്യിലായിരുന്നു സിറിയ എന്നുള്ള രാജ്യം. അതിനു മുമ്പ് 2011 തുടങ്ങിയ ഒരു വിപ്ലവമുണ്ടായിരുന്നു. ആ ഒരു ജനകീയ വിപ്ലവത്തെ വളരെ വലിയ രീതിയിലുള്ള മർദ്ദകമായ ശൈലിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബഷർ അൽ അസദ് നേരിട്ടത്. അതായത് ഒരു സിവിലിയൻ പ്രക്ഷോഭത്തെ, യഥാർത്ഥത്തിൽ സിറിയൻ സംഘർഷം അല്ലെങ്കിൽ സിറിയൻ സിവിൽ വാർ തുടങ്ങുന്നുള്ളത് ഈജിപ്തിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ, അതായത് അറബ് വസന്തം എന്ന് പേരിട്ട് വിളിക്കുന്ന മുല്ലപ്പൂ വിപ്ലവം ഈജിപ്തിൽ നിന്നും ടുണീഷ്യയിൽ നിന്നും തുടക്കം കുറിച്ച് ഈജിപ്തിലൂടെ അങ്ങനെ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു കാലയളവിലാണ് ഇത്തരം ഒരു വിപ്ലവ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ ബഷർ അൽ അസദ് എന്ന ഏകാധിപതിക്ക് നേരെ ഉണ്ടാവുന്നു. ആദ്യഘട്ടത്തിൽ ബഷർ അൽ അസദിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെറിയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ എല്ലാ സ്വഭാവങ്ങളും പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ, വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. അത് ജനാധിപത്യപരമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ എന്നുള്ളത്. ആ പ്രതിഷേധങ്ങളാണ് പിന്നീട് സിവിൽ വാറിലേക്ക് എത്തിയത്. അങ്ങനെ ഈ ഡമസ്കസിന്റെ തെരുവീതികളിൽ ജനകീയമായിട്ട് ഈ ഒരു സിറിയയിൽ നടന്ന വിപ്ലവത്തെ, യഥാർത്ഥത്തിൽ ജനകീയ സമരത്തെ, തീർത്തും ജനാധിപത്യ സമരത്തെ ബഷർ അൽ അസദ് നേരിട്ടത് അതീവ ക്രൂരമായാണ്. അതായത് സ്വന്തം ജനങ്ങൾക്ക് നേരെ, സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് നേരെ, സിവിലിയൻ സമൂഹത്തിന് നേരെ കൃത്യമായിട്ട് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പും അതുപോലെ തന്നെ കൃത്യമായിട്ട് ബോംബ് വർഷങ്ങളും അടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണ ത്വരതയോടുകൂടി ഇതിനെ അടിച്ചമർത്താനാണ് യഥാർത്ഥത്തിൽ ബഷർ അൽ അസദ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സിറിയയിൽ ഉണ്ടായി. നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. സിവിലിയൻ കൂട്ടക്കരുതിയാണ് ആദ്യഘട്ടത്തിൽ ബഷർ അൽ അസദ് നടത്തിയത്. ഈ ജനകീയ സമരം തനിക്ക് നേരെ ഉണ്ടായി താൻ ഭരണം വിട്ട് ഒഴിയേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഏകാധിപതികളും ശീലിച്ചു വരുന്ന അതേ ശൈലിയാണ് ബഷർ അൽ അസദ് നടപ്പിലാക്കിയത്. സിറിയൻ തെരുവീതികൾ രക്തത്താൽ നിറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ സിറിയൻ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അത് ജനാധിപത്യപരമായ പ്രതിഷേധമായി. ഇങ്ങനെ വലിയ രീതിയിലുള്ള സിവിലിയൻ കൂട്ടക്കരുതി ഉണ്ടായപ്പോൾ പിന്നീട് അവിടെ സിവിലിയൻ സമൂഹം ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് തുടർന്ന് നടന്നത്. അങ്ങനെയാണ് സിറിയൻ സിവിൽ വാർ ഉണ്ടാവുന്നത്. ഈ സിവിൽ വാറിന്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്നുള്ളത് അന്ന് തനിക്കെതിരെയുള്ള ജനകീയ സമരങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട്, ജനകീയ സമരങ്ങളെ സൈനികമായി നേരിട്ട, സ്വന്തം ജനതയെ തോക്കുകൊണ്ടും അതുപോലെ തന്നെ ബോംബ് വർഷം കൊണ്ടും നേരിട്ട ബഷർ അൽ അസദ് തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം വലിയ രീതിയിലുള്ള സിവിലിയൻ കൂട്ടക്കരുതിയാണ് ബഷർ അൽ അസദ് നടപ്പാക്കിയത്. ഇതിനെതിരെയാണ് പിന്നീട് ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ വരുന്നത്. വിവിധ ഭാഗങ്ങളിലുള്ള സിവിൽ സമൂഹം ഒന്നാകെ ആയുധമണിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഈ ബഷർ അൽ അസദിനെതിരെ സമര രംഗത്ത് ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് അവിടുത്തെ സുന്നി വിഭാഗത്തിലെ ആളുകളായിരുന്നു. ബഷർ അൽ അസദ് എന്നുള്ളത് ഈ അലവി ഷിയ വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. അവരുടെ പ്രതിനിധിയായിട്ടാണ് ബഷർ അൽ അസദ് യഥാർത്ഥത്തിൽ നിലകൊണ്ടിരുന്നത്. അവരുടെ ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളായിരുന്നു ബഷർ അൽ അസദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെറും 12% സിറിയയിൽ ഈ അലവികൾ എന്നുള്ളത്, അലവീറ്റ്സ് എന്നുള്ളത്. അവർ ന്യൂനപക്ഷമായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലായിരുന്നു അധികാരം എന്നുള്ളത്. കൃത്യമായിട്ട് ഈ ബഷർ അൽ അസദിന്റെ സൈനികമായ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഈ അലവി വിഭാഗങ്ങളായിരുന്നു. അങ്ങനെ സുന്നി വിഭാഗത്തിലെ ആളുകളും ബഷർ അൽ അസദിന്റെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് ഏറ്റെടുത്തിരുന്നതും അല്ലെങ്കിൽ ഏൽപ്പിച്ചിരുന്നതും ഈ ഒരു അലവി വിഭാഗത്തിലെ ആളുകളെയായിരുന്നു. അങ്ങനെയാണ് സിറിയയിലെ സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വലിയ രീതിയിലുള്ള സിവിലിയൻ കൂട്ടക്കുരുതി അവിടെ നടന്നപ്പോൾ അവിടെയുള്ള സൈനികരിൽ തന്നെ പലരും അവരുടെ ജോലി ഉപേക്ഷിച്ചു പോവുകയും ബഷർ അൽ അസദിനെതിരെ രംഗത്ത് വരികയും ബഷർ അൽ അസദിനെതിരെ ഫ്രീ സിറിയൻ ആർമി എന്നുള്ള സിറിയൻ ആർമിയിൽ നിന്നും പുറത്തുപോയ ആളുകൾ, ഇങ്ങനെ സിവിലിയൻ കൂട്ടക്കരുതി നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ബഷർ അൽ അസദിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് സിറിയയിൽ യഥാർത്ഥത്തിൽ സിവിൽ വാറിൽ ഉണ്ടായത്. നേരത്തെ തന്നെ ഈ അലവി വിഭാഗവും ഈ സുന്നി വിഭാഗവും വലിയ രീതിയിലുള്ള
പരസ്പര ഏറ്റുമുട്ടലുകൾക്ക് കാരണമായേക്കാവുന്ന സാഹചര്യം സിറിയയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ബഷർ അൽ അസദിന്റെ സൈന്യം ക്രൂരമായ അടിച്ചമർത്തലുകൾ അവിടുത്തെ ജനതയ്ക്ക് നേരെ നടത്തിയത്. അങ്ങനെ പിന്നീട് ഉണ്ടാവുന്ന സാഹചര്യം എന്നുള്ളത് ഇറാഖിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ ഒരു സിറിയൻ വിമോചനത്തിനായി ഈ ഒരു വിമത വിഭാഗത്തിന്റെ കൂടെ രംഗത്ത് വരുന്നു. വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതികളും പരസ്പരമുള്ള ആക്രമണങ്ങളും നടക്കുന്നു. അതിനിടയിൽ ISIS എന്നുള്ള ഒരു ദുരൂഹമായ പ്രസ്ഥാനം കടന്നു വരുന്നു. വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവർ നടത്തുന്നു. അത് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്നു. തങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവരുടെയൊക്കെ അസ്തമനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ ബഷർ അൽ അസദിനെ അന്ന് പിന്തുണച്ചിരുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഇറാൻ എന്നുള്ള രാജ്യമാണ്. ഇറാൻ എന്നുള്ള രാജ്യം അവരുടെ പ്രധാന അലയായിട്ട് പ്രവർത്തിക്കുന്ന, അവരുടെ സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്ന ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുമായിരുന്നു. അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഈ ഇറാനെയും ഈ ലെബനനിലുള്ള ഹിസ്ബുള്ളയെയും ബന്ധിപ്പിക്കുന്ന, അതിനിടയിൽ പ്രവർത്തിക്കുന്ന രാജ്യം കൃത്യമായിട്ട് അത് സിറിയ ആയിരുന്നു. അപ്പൊ സിറിയയിൽ ബഷർ അൽ അസദുമായിട്ടുള്ള ഒരു സഖ്യത്തിലൂടെ തങ്ങളുടെ കൃത്യമായിട്ട് ആയുധ സപ്ലൈ ചെയിൻ അടക്കം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ, അവരുമായിട്ടുള്ള ധാരണകൾ പരസ്പരം ഉണ്ടാക്കാൻ, പരസ്പരമുള്ള കൂടിച്ചേരലുകൾ നടത്താനൊക്കെ അവർ സിറിയ എന്നുള്ള രാജ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇറാനും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിറിയൻ സിവിൽ വാറിൽ ഇറാനും ഇറാന്റെ സൈന്യവും IRGCയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും രംഗത്ത് വന്നു. അവർ ബഷർ അൽ അസദിന് വേണ്ടി അവിടെ യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ തയ്യാറായി. അവർക്ക് അതിൻ്റെതായ ന്യായങ്ങളും അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഫലത്തിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുന്നി വിഭാഗത്തിനെതിരെ ഷിയ ഏകീകരണം ഉണ്ടാകുന്ന, അതായത് നേരത്തെയുള്ള അലവികൾക്ക് പിന്തുണയുമായിട്ട് ഷിയ വിഭാഗത്തിലെ രണ്ട് പ്രധാന കക്ഷികളായ ഒന്ന് ഇറാനും മറ്റൊന്ന് ഹിസ്ബുള്ളയും രംഗത്ത് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനങ്ങളാണ് അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹമാസിന് ഇവിടെ മറ്റൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. ഹമാസ് സിറിയയിൽ അവിടെ ഓഫീസ് അടക്കം പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ബഷർ അൽ അസദിനെ പിന്തുണക്കാൻ ഹമാസ് തയ്യാറായില്ല. ഈ ബഷർ അൽ അസദ് എന്ന ഏകാധിപതി നടത്തുന്നത് ക്രൂരമായിട്ടുള്ള സിവിൽ വേട്ടയാണെന്നും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജനാധിപത്യപരമായ ജനവിരുദ്ധമായ ഈ ആക്രമണങ്ങളെ തങ്ങൾ എതിർക്കുമെന്നുമുള്ള നിലപാട് ഹമാസ് സ്വീകരിച്ചു. അങ്ങനെ ഹമാസ് ഈ ബഷർ അൽ അസദിനെതിരെ രംഗത്ത് വന്നു. ഇത് പിന്നീട് ഹമാസും സിറിയയിലെ ബഷർ അൽ അസദും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. ബഷർ അൽ അസദ് നിരവധി ഹമാസിന്റെ ആളുകളെ പിടികൂടി വധിക്കുകയും ചെയ്തു. നിരവധി ആളുകളെ ജയിലിലടച്ചു. ഇങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായി. നേരത്തെ തന്നെ ഈ ബഷർ അൽ അസദിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെയൊക്കെ ജയിലിലടച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബഷർ അൽ അസദുമായിട്ട് സഹകരിച്ചു പോരുന്ന സുന്നികളുമായിട്ട് അദ്ദേഹം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. അവരുമായിട്ട് അനുരഞ്ജനത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വ്യവസ്ഥാപിതമായിട്ട് കൃത്യമായിട്ട് ഒരു ഇസ്ലാമികമല്ലാത്ത രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബഷർ അൽ അസദിനുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു കൃത്യമായിട്ട് വലിയൊരു വിഭാഗം സുന്നി വിഭാഗത്തിന്റെയും വിശ്വാസം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു വലിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടതും പിന്നീട് ഈ അടുത്ത കാലത്ത് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ ഉണ്ടായ ചില സാഹചര്യങ്ങൾ കൊണ്ട് ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുകയും അവിടെ പുതിയ ഈ വിമത വിഭാഗത്തിന്റെ കൈകളിൽ അധികാരമേൽക്കുകയും ചെയ്തു. അവർ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു സർക്കാരിനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറിയൻ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും റഷ്യയും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ സിറിയയിൽ അവരുടെ സൈനിക ക്യാമ്പുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്ക് പരമ്പരാഗതമായിട്ട് തന്നെ സിറിയ എന്നുള്ള രാജ്യവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ സേനയുടെയും ഈ ഇറാന്റെ പിന്തുണയോട് കൂടിയാണ് ബഷർ അൽ അസദ് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ വളരെ വലിയ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്ക് ശേഷം പിന്നീട് ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ ഈ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പിന്തുണ യഥാർത്ഥത്തിൽ ബഷർ അൽ അസദിന് പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൂടാതെ തന്നെ ബഷർ അൽ അസദിന്റെ കീഴിലുള്ള സൈന്യം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഈ വിമത വിഭാഗത്തിനോട് പോരാടാൻ തയ്യാറായില്ല. അവസാന ഘട്ടത്തിൽ വിമത വിഭാഗത്തിന്റെ കയ്യിൽ അത്രയൊന്നും ശക്തമല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് അവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളോ വലിയ രീതിയിലുള്ള ലോകത്തിന്റെ പിന്തുണയോ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അവസാന കാലഘട്ടത്തിൽ അവർക്ക് സാധിച്ചു. മറ്റൊരു കാര്യം എന്നുള്ളത് തുർക്കി എന്നുള്ള രാജ്യത്തിന്റെ ഇടപെടലാണ്. ഇതിൽ അദൃശ്യ ശക്തിയായി പ്രവർത്തിക്കുന്നുള്ളത് തുർക്കിയാണ്. തുർക്കിക്ക് കൃത്യമായിട്ട് ഇതിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. സിറിയയെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്ക് അതിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലവിലുള്ള സർക്കാർ അവിടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആശയമാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവിടുത്തെ വിമത വിഭാഗമായ കുർദ് ഗ്രൂപ്പുകളടക്കം സർക്കാർ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നുമുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മറ്റൊരു വിഭാഗമായ ഡ്രൂസുകൾ ഇപ്പോഴും വിമതസ്വരവുമായി നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അലൈവി വിഭാഗങ്ങൾക്കിടയിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യം സർക്കാരിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ നേരത്തെ ബഷർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന അലവി വിഭാഗത്തിലെ സൈനിക വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വിമത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ സർക്കാർ സേന അടിച്ചമർത്താൻ ശ്രമിച്ചു. തുടർന്ന് പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി ഈ ഒരു അലവിറ്റ് വിഭാഗത്തിലെ സൈനിക വിഭാഗവും ഈ സർക്കാരിന്റെ സൈനിക വിഭാഗത്തിലെയും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഇതിനിടയിൽ ആയുധധാരികളായ സായുധ വിഭാഗങ്ങൾ, ഇരുപക്ഷത്തുമുള്ള സായുധ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഈ നിലവിലുള്ള ജുലാനിയെ പിന്തുണക്കുന്നുള്ള സായുധ വിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഈ ഒരു അലൈവേറ്റ് മേഖലയിൽ നടത്തി എന്നുള്ളതാണ്. ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ അവിടുത്തെ നിലവിലുള്ള പ്രസിഡന്റും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറായിട്ടില്ല. നമ്മൾ അതിക്രമം നടത്തിയ ആളുകളെയൊക്കെ വിചാരണ ചെയ്യുമെന്നും അവർക്കെതിരെ അവരെ പോലെ തന്നെ നമ്മൾ പെരുമാറില്ല എന്നും അവരുടേതായ രീതിയിൽ അതിക്രമങ്ങൾ നടത്തിയ ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നും അവർ വിചാരണ നേരിടേണ്ടി വരുമെന്നും സിറിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നിലവിലുള്ള പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ബഹുമുഖങ്ങളായ കാരണങ്ങൾ നിലനിൽക്കുന്നുള്ള ഒരു സാഹചര്യമാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ സുന്നി ഷിയ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഈ അലൈവികളും അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിലെ ആളുകളും തമ്മിലുള്ള നേരത്തെ ഈ അലൈവികളെ ഉപയോഗിച്ചുകൊണ്ട് അലവി തന്ത്രപ്രധാനമായ സൈനിക മേഖലയിൽ തങ്ങൾക്കെതിരെ അതിക്രമം നടത്തിയത് അലൈവികളും ബന്ധപ്പെട്ട വിഭാഗങ്ങളുമാണെന്ന് ഷിയ വിഭാഗത്തിലെ ആളുകളുമാണെന്നാണ് ഈ സുന്നി വിഭാഗം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾ അതേ അളവിൽ അവർക്ക് തിരിച്ചു നൽകണമെന്ന് വിശ്വസിക്കുകയും അത്തരം നടപടികൾ സ്വീകരിക്കുന്ന ആളുകളും മറുഭാഗത്തുമുണ്ട്. അങ്ങനെയുള്ള അതിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും സിവിൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആയുധധാരികളല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ സിവിലിയന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഒഴിവാക്കപ്പെടേണ്ടതും കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയിലേക്ക് ആ രാജ്യം എത്തിപ്പെടേണ്ടതും അനിവാര്യമാണ്. അതാണ് സമാധാനത്തിന് ഉദാത്തമായ മാതൃക ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. സിറിയയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ പ്രബലമായ ശക്തികൾക്ക്, അമേരിക്കയ്ക്കും ബ്രിട്ടനും മറ്റുള്ള രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് സിറിയയെ കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് അവർ ഈ നേരത്തെ തന്നെ സിറിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ വിവിധ ഇത്തരം വിമത വിഭാഗങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാരങ്ങൾ അല്ലെങ്കിൽ പ്രതിക്രിയകളുമായിട്ട് രംഗത്ത് വന്നാൽ, സർക്കാരിനെതിരെ പ്രവർത്തിച്ചാൽ അവരെ ആയുധമണിയിക്കാനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും ഈ ബാഹ്യശക്തികളായ അമേരിക്കയോ ഇസ്രായേലോ റഷ്യയോ ചൈനയോ ഇങ്ങനെയുള്ള ഏത് രാജ്യങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കാനും ഇവരെ കൊണ്ട് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയുടെ ഭാവി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിറിയയിൽ സമാധാനപൂർണമായ ജീവിത സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ വലിയ പദ്ധതികൾ ജുലാനിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ തുർക്കിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ സിറിയയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇവിടെ പല വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രൂസുകളുണ്ട്, കുർദുകളുണ്ട്, അതുപോലെ തന്നെ അലൈവി വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പല അവാന്തര വിമാന്തര വിഭാഗങ്ങൾ, പലതരം ഗോത്രങ്ങൾ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വരമായ ഒരു സാഹചര്യമാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ പല സമയത്തും ഈ ഒരു ഇന്ത്യയുടെ ബഹുസ്വരത എല്ലായ്പ്പോഴും ചർച്ചയാകുന്നത് പോലെ സിറിയയിലും അത്തരം ഒരു ജനാധിപത്യ ക്രമം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വിജയിച്ചാൽ മാത്രമേ സിറിയയുടെ ഭാവി ശോഭനമാകൂ എന്ന് പറയാനാവുകയുള്ളൂ.